ഒരാളെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളെന്താണ് ഞങ്ങളെപ്പോലത്തെ ജനപ്രതിനിധികളെ ഇതിനോട് കൊണ്ടുവരാറ്? ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ എന്താണ് നേതൃസ്ഥാനത്തോട്ട് കൊണ്ടുവരാറുണ്ട്. ഞാൻ ഒന്നും നിങ്ങൾക്ക് രാഷ്ട്രീയം കളിച്ച് ചെയ്യാനുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളെ വേണ്ട. ഞാൻ ഹൈക്കോർട്ടിന്റെ തഴമ്പ് കയ്യിൽ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ മുൻഗണന കൊടുക്കും. നാട്ടുകാരുടെ ഇടയിലാണെങ്കിൽ രാഷ്ട്രീയം കളിച്ച് ശരിയുള്ള ആളുകളെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ട. അത് പ്രശ്നമല്ല, അവരൊരിക്കലും പ്രശ്നമല്ല. കാരണം എന്താണ്, രാഷ്ട്രീയക്കാർക്ക് ഒരു സ്വഭാവമാണ്, സ്ഥായിയായിട്ടുള്ള ഭാവമാണ്. അപ്പൊ സന്ധി പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ഇത് എല്ലാ രാഷ്ട്രീയക്കാരുടെ ഒരു ഭാവമാണ്. അവർക്ക് ഗുണം തോന്നുമ്പോൾ അവർ മാറും, അവർ ഘട്ടം ചേർന്നു. പക്ഷെ സാധാരണക്കാരൻ സന്ധിമാര് പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്, സാധാരണക്കാരന്റെ ഉള്ളിൽ ആദർശം ഉണ്ടായിരുന്നു. അത് CPM-കാരുടെ ഉള്ളിലുണ്ട്, കോൺഗ്രസ്സുകാരുടെ ഉള്ളിലുണ്ട്, BJP-കാരുടെ ഉള്ളിലുണ്ട്. സന്ധിമാരുടെ ആദർശമില്ല. അവരെന്താണ്ടായിരുന്നത്? അവന് ലാഭം മാത്രമേ വേണ്ടിയുള്ളൂ. അവൻ ആ ലാഭം ചാടി. പക്ഷെ അവന്റെ കൂടെ മറക്കട്ടം ചാടാൻ ഏതെങ്കിലും ആളുകൾ പോയില്ല. ഞാനടക്കം എന്റെ സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് എന്താ പറയാ പരിചയമുള്ള ആളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു. പറയുമ്പോൾ ഞാനും പോട്ടെ, സന്ധികാരുടെ കൂടെ സഹായിച്ചിട്ടുണ്ട്. ഒരു കേസിന്റെ പേരില് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും പോട്ടെ, എന്തുകൊണ്ട് പോയില്ല? അപ്പൊ അതാ പറഞ്ഞ കയ്യിൽ കാണുമ്പോഴുള്ള ആത്മാർത്ഥമുള്ള ആളുകള് അല്ലെങ്കിൽ സാധാരണക്കാരും അത് നമുക്ക് ഒരു പാർട്ടിയുടെ പേരിലും നടന്നത് നമുക്ക് വേണം. കാരണം എന്താണ്, അവരെനിക്ക് വിശ്വാസം. നാളെ രക്ഷണം വിട്ട് അവർ വേറെ പോകുമ്പോ 4 കുറ്റം പറഞ്ഞിട്ട് പോവാ. സന്ധ്യവാർത്ത ചെയ്തിട്ട് ഇത്രയും കാലത്ത് എന്താ ഉപ്പും ചോറും പറഞ്ഞത് ഇന്ന് BJP-നെ കുറ്റം പറഞ്ഞിരിക്കുകയാണ് അല്ലേ? എന്നെ കൊണ്ട് അവർ അങ്ങനെ പറയിപ്പിച്ചു, എന്റെ ആദർശം ഇങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ പറഞ്ഞതാണ്, ഇന്ന് എന്താ എനിക്ക് വയ്യ. ഇത് സന്ധ്യവാർത്ത മാത്രമല്ല, ഏത് പാർട്ടിയിലെ ആളുകൾ മതഘട്ടം ചാടിയോ അവൻ ചെയ്തതും എല്ലാം തെറ്റായി അവൻ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ അതിനെ കൊണ്ട് കയറാൻ പറ്റുള്ളൂ. ഇത്രയും കാലം BJP-യിൽ നിന്നാണല്ലേ നീ ചെറിയ പറയാൻ BJP-നെ എന്നങ്ങോട്ട് ഞങ്ങൾ സ്വീകരിക്കാൻ. ഇതെല്ലാം അവര് നിലപാട്. അത് പറഞ്ഞാലേ അവർ കയറാൻ പറ്റുന്ന പറയാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ നമുക്ക് വേണ്ട, രാഷ്ട്രീയക്കാർ നമുക്ക് വേണ്ട, നമുക്ക് സാധാരണക്കാരും പറയും. അവർക്ക് എന്നും ആദർശമുണ്ട്. അത് രക്ഷണത്തിന്റെ ആദർശമാണെന്ന് അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഏത് ആദർശത്തിൽ വിശ്വാസത്തില്ല ആ വിശ്വാസത്തിന് വേണ്ടി അവർ നിലനിൽക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ രക്ഷണം ഭയങ്കര ഇമ്പമുള്ളതാവും. അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയില്ല പഠിച്ചു വലിയ തോന്നലും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ രക്ഷണത്തിനെ മലിനമാക്കി മാറ്റിക്കൊണ്ടുപോയിക്കൊണ്ടാണ് സാധാരണക്കാർക്ക് അവസരം. ഇപ്പൊ താങ്കൾ എനിക്കറിയില്ല, താങ്കൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ താങ്കൾ എനിക്കറിയാം അല്ലേ? താങ്കൾ എന്റെ മുമ്പിൽ ഒന്ന് സാധാരണക്കാരനായിട്ടാണ്, ഈ രാഷ്ട്രീയക്കാരനെ അനുഭവിച്ച ആളായിട്ടാണ്. അപ്പൊ രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ എനിക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം. ഒരു സാധാരണക്കാരനെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവനെ കൊണ്ടൊന്നും ഒരിക്കലും ആ പറഞ്ഞ പോലെ നടക്കാൻ പറ്റില്ല. പക്ഷെ സാധാരണക്കാരൻ ആഗ്രഹിക്കാം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം. ഞങ്ങളൊരു വോട്ടിന് വന്ന ഒരു വോട്ട് വാങ്ങി പോകുമ്പോൾ ഞങ്ങൾ അവൻ പവനും തേക്കും ഒഴുക്കിക്കൊണ്ട് ഞങ്ങൾ നോക്കണം. ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ വന്നു നിൽക്കണം. ഞങ്ങളൊരു കാര്യം പറയുന്നതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിച്ച് നിർത്തണം എന്നൊക്കെ സാധാരണക്കാരെന്ന് പറയും. രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയക്കാരെന്ന് പറയാം. കാരണം അവനത് ഒരിക്കലും ചെയ്യാൻ സാധ്യത. അപ്പൊ താങ്കളെ ഞാൻ രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ടാണ് താങ്കൾ അറിയാത്തത്. സാധാരണക്കാരന് സാധ്യത താങ്കൾ ഇപ്പൊ ആളുകളെ ഞങ്ങൾ എത്തിക്കണം. അപ്പൊ താങ്കൾക്ക് സാധാരണക്കാരന്റെ കാര്യം അറിയാൻ പറ്റും അല്ലെ? ഒരാൾക്ക് വിശക്കുന്നത് എന്താ അറിയാൻ പറ്റുമോ? അപ്പൊ സാധാരണക്കാരും മതി. നമുക്ക് വലിയ വലിയ കൊമ്പത്തുള്ള രാഷ്ട്രീയക്കാരോ കുറെ നൈപുണ്യം പ്രവർത്തിച്ച് നൈപുണ്യമുള്ളവരൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഹിന്ദുവിനെ മനസ്സിലാക്കുന്ന, ഹൈന്ദവനെ മനസ്സിലാക്കുന്ന, ജാതിയില്ലാത്ത, ജാതി ചിന്തയില്ലാത്ത ആളുകൾ മതി. അതാണോ പെണ്ണോ ഈ 2 വർഷം മാത്രമേ മാറ്റുള്ളൂ. അവരെ നമുക്ക് ഒന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ 2 മാറ്റം മാത്രം നമുക്ക് കഴിയുള്ളൂ. ആൺ പെൺ പിന്നെ ഹിന്ദുവായി. എനിക്കൊന്ന് വേറെ പറയേണ്ടത് പൊതുവെ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ മേഖലയും രാഷ്ട്രീയക്കാര് പിടിച്ചടക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ്, അതുപോലെ ഇപ്പൊ പെരുമ, അതുപോലെ എവിടുന്നാണ് വരുമാനം കിട്ടുന്നത് രാഷ്ട്രീയപരമായിട്ട്?
സ്വാധീനിക്കാൻ പറ്റിയ മേഖലയെല്ലാം രാഷ്ട്രീയക്കാരെ പുറത്തിറക്കിയിട്ട് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ ലഫ്റ്റനന്റ് ട്രസ്റ്റിന് നല്ലൊരു സാമ്പത്തിക ശേഷി വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഇതിന് സർക്കാരുടെ എന്തെങ്കിലും ഒരു നടപടി ഏത് രീതിയിലായിരിക്കും അതിന്റെ കൈകാര്യം ചെയ്യുന്നത്? അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇവര് പലതും കേൾപ്പിക്കുന്നു പറയുന്നത് രാഷ്ട്രീയക്കാര്. സത്യസായിബാബ പ്രസിദ്ധ പോയിട്ടുണ്ട്. എത്ര കോടി ആസ്തി ഉണ്ടെന്നുണ്ട്. എന്തേ രാഷ്ട്രീയക്കാർ പിടിക്കാൻ പറ്റാത്തത്? കുറേ രാഷ്ട്രീയക്കാരുള്ളതല്ലേ, എന്തുകൊണ്ട് അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല? നെൽമ പിടിക്കാം, ഇതൊക്കെ അവർക്ക് പിടിക്കാം, അതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണ്. പക്ഷെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ സർക്കാരെ ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലായി. ബാക്കിയൊക്കെ ബോർഡാണ്. ബാക്കി ബോർഡാണ്. ബോർഡ് പിടിച്ചെടുക്കാൻ പറ്റും. ദേവസ്വം ബോർഡ് ബോർഡാണ്, ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു ട്രസ്റ്റ് പിടിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ട് അത് സർക്കാരിനെ ബോധിപ്പിച്ച് അത് കോടതിയിൽ പോയി കോടതി അന്വേഷിച്ച് ബാങ്ക് ചെയ്യിക്കാൻ പറ്റും, അപ്പുറം തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരിക്കലും രക്ഷാ ട്രസ്റ്റിൽ ഒരു ട്രസ്റ്റും ഒരു സർക്കാരിനെ കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കും, ഞങ്ങളത് നിർത്തുന്നു, ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സർക്കാരിന്റെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ സർക്കാർ അങ്ങനത്തെ തൊഴിൽ പറയും. ആർക്കും എഴുതുമ്പോൾ കൊടുക്കണം. തീർച്ചയായിട്ടും ശ്രീകാന്ത് ഒന്നുമില്ല. നമ്മളിപ്പോ ചെയ്യുന്നത് ചികിത്സ കാര്യങ്ങൾ നമുക്ക് ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ അപ്പൊ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലോട്ട് അയച്ചു. നമുക്കൊരു ലിങ്ക് ഉണ്ട്, മെഡിക്കൽ ലിസ്റ്റ് ഉണ്ട്. അവരത് അയച്ചു കൊടുത്ത് അവരത് ചെക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരുടെ എന്താ പറയാ അറിയിപ്പ് പോലെ എങ്ങനെയാണ് എന്താണോ വരാൻ പറ്റുക അവിടെ കൊണ്ടുപോയി ചിലപ്പോൾ 3 പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകാറുണ്ട് ഒരു കേസിനൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് നല്ല ചികിത്സയാണ്. ഇപ്പോ ഒരാളെ 9 പേരൊക്കെയാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുകയാണ്. ഒരാളുടെ കേന്ദ്രത്തിൽ തന്നെ വരും 9 ഡോക്ടർമാർ ഒരേ ടീമിൽ ഇന്ന് പട്ടം ചെയ്തുകൊണ്ട് ഓരോന്നും കിറ്റ് ചെയ്ത് പോയിട്ടാണ് പിന്നെ ഒരു ദിവസം ഓപ്പറേഷൻ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്നത് എന്തിനും ക്വാളിറ്റി ഉണ്ട്. രക്ഷണത്തിന് എപ്പോഴും വേണ്ടത് ആ ക്വാളിറ്റിയാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പദം കൊടുക്കാതിരിക്കുകയാണ്. എന്താണ്? അല്ലല്ല, കേരളത്തിന് പുറത്തെ ഹോസ്പിറ്റലിൽ ജിംബർ അറിയാലോ. പിന്നെ നമുക്കവിടെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ആളുകളുണ്ട്. സായിബാബയിലുണ്ട്. എല്ലാം വളരെ കൃത്യമാണ്. നമ്മൾ കൊണ്ടുപോകാറ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിനെ ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മള് കൈകാര്യം ചെയ്യുന്നതാണ്. ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിനൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ ആൾക്കാർക്ക് സഹായം കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അതിപ്പോ ഇപ്പൊ കണ്ണൂരൊരാൾക്ക് ആവശ്യമുണ്ട്. കണ്ണൂരൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നടന്നില്ല 2 വർഷങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കിടയിലൂടെ നമ്മൾ സമാധാനം നടത്തിയിട്ട് അത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളും തന്നെ അവിടുന്ന് കൊണ്ട് പണ്ടന്മാരെ കണ്ടിട്ട് ചേട്ടാ അങ്ങനെ അസുഖം ഉണ്ടേ അവിടെ നേരിട്ട് നമ്മളെ കൈക്ക് വാങ്ങിക്കാറുണ്ട്, ഒരു പൈസ വാങ്ങിക്കാറുണ്ട്. നമ്മൾ നമ്പർ കൊടുക്കും, അവർക്ക് കൊടുക്കും, അവർ സംസാരിക്കും, അവരവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ കൊടുക്കും. അപ്പൊ ഇപ്പൊ അങ്ങനെ നടക്കുന്നത്. ഇനി നാളെ അങ്ങനെ ആയിരിക്കില്ല, നാളെ നമ്മൾ ട്രസ്റ്റ് തന്നെ ആയിരിക്കും കൊടുക്കുക. കാരണം ഇപ്പൊ നമ്മൾ പണം തിരിക്കാൻ തുടങ്ങിയിട്ടില്ല, തിരിച്ചു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നല്ലൊരു ഉദ്ദേശത്തെ നശിപ്പിച്ചു കാണും.